ആണ്. ഇത് 2015 ഓൾട്ടോ കേട്ടനാണ്. സെക്കൻഡ് ഓണർ, 59,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. അടുത്ത് നമുക്കൊരു i20 സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ, 16,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. അടുത്ത് നമുക്കൊരു 7 സീറ്റ് ആണ്. വണ്ടി വരുന്ന 2020-21 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 21 മോഡലേ ഉള്ളൂ. എർട്ടിഗ VXi ആണ്. ഫസ്റ്റ് ഓണർ ആണ്. അടുത്ത് നമ്മൾ നോക്കുന്ന ഒരു 2022 കിഗർ RXT ആണ്. 1.6 ആണ് വരുന്നത്. ഇത് 2019 ഓൾട്ടോ 800 LXi ആണ്. നമ്മൾ BS6 മോഡലാണ്. BS6 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എയർ ബാഗ്, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലത്ത് തട്ടാമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള പോപ്പുലറിൻ്റെ യൂസ്ഡ് കാസിലാണ് വന്നിരിക്കുന്നത്. കറക്റ്റ് പറയാമെന്നുണ്ടെങ്കിൽ കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തോട്ടൊക്കെ പോകുന്ന വഴിക്ക് തട്ടാമല എന്ന് പറയുന്ന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അത്യാവശ്യം നല്ല വണ്ടികൾ കയറിയിട്ടുണ്ട്. ന്യൂ ഇയറിൻ്റെതും ക്രിസ്മസിൻ്റെ കച്ചവടം എല്ലാം കൂടി കഴിഞ്ഞിട്ടുള്ള പുതിയ സ്റ്റോക്കുകൾ കുറേ വന്നിട്ടുണ്ട്. പഴയ സ്റ്റോക്കിൽ കുറച്ച് കാറുകളും കിടപ്പുണ്ട്. അപ്പം അത്യാവശ്യം നല്ല കളക്ഷൻസ് കിടപ്പുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചെറുതും വലുതുമായിട്ട് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് എല്ലാത്തരം വണ്ടികളും കിടക്കുന്ന ഒരു ഷോപ്പാണ്. നമ്മൾ എല്ലാ മാസവും കറക്റ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഇപ്പോൾ ഒരു 800 തൊട്ട് എത്രയാണെന്ന് എനിക്ക് വില ഞാൻ ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് വില പറയാൻ പറ്റത്തില്ല. 800 തൊട്ട് മുകളിലോട്ട് നോക്കുന്നവർക്ക് കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ഇനി 800 വീഡിയോയിൽ എടുക്കുന്നുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ. ഇവിടെ 800 കിടപ്പുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. അപ്പം അവിടുന്ന് മുകളിലോട്ട് നോക്കുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാവുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങൾ സ്ഥിരം തന്നുകൊണ്ടിരിക്കുന്ന നമ്മളെ സുഹൃത്ത് സുനോജ് വന്നിട്ടുണ്ട്. സുനോജ് 800 ഞാൻ വില തിരക്കുന്ന അങ്ങ് പോലെ ഇങ്ങോട്ടേക്ക്. ഓക്കെ, 800 വില ഞാൻ തിരക്കിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. 800 കാണിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും 2004 മോഡലാണ്. നമുക്കിപ്പോൾ ഓൾറെഡി ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. 2029 വരെ പേപ്പറുള്ള വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നതിനോ അങ്ങനെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് പറ്റിയ ഒരു ഒതുങ്ങിയ ഒരു വണ്ടിയാണ്. ടെസ്റ്റ് കഴിഞ്ഞെന്ന് പറയുന്നതുകൊണ്ട് 5 വർഷത്തേക്ക് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ടെസ്റ്റിന് അത്യാവശ്യം നമുക്ക് എല്ലാം ബേസിക്കായിട്ട് വൃത്തിയായിട്ടല്ലേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ പിന്നെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 29 വരെ 4-5 വർഷത്തേക്ക് പേപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എടുക്കുന്ന ഒരാൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. എടുക്കുന്ന ഈ പഴയ വണ്ടി എടുക്കുമ്പോൾ പെട്ടെന്ന് ടെസ്റ്റ് വരുന്ന പേടിയാണ് പലർക്കും. ഇതിപ്പോൾ നമുക്ക് ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. 29 3-ാം മാസം വരെ പേപ്പർ കിടപ്പുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഈ ഡ്രൈവിംഗ് പഠിച്ച് തെളിയാനോ അങ്ങനെയുള്ളവർക്കൊക്കെ സഹായമായ ഒരു ചെറിയൊരു വണ്ടിയാണ്. സിംഗിൾ ആവശ്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ, അപ്പം 40,000 രൂപ, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വില ചോദിച്ചില്ലായിരുന്നു. 40,000 രൂപയാണ് നമ്മൾ 2008 കിട്ടുന്നത്. താഴെ ചെറിയ വേരിയേഷൻ, ഇതിനകത്തൊന്നും വലിയ ഡിസ്കൗണ്ട് ഒന്നും പ്രതീക്ഷിക്കേണ്ട. എന്തെങ്കിലും ചെറുതായിട്ട് നമുക്കിപ്പോൾ പറഞ്ഞ വിലക്കകത്ത് എന്തായാലും ഒരു കാര്യങ്ങളും നടക്കില്ലല്ലോ. ചെറിയ എന്തെങ്കിലും ഒരു വേരിയേഷൻ നമ്മൾ തീർച്ചയായിട്ടും ചെയ്തോളൂ. അപ്പോൾ ചെറിയ വേരിയേഷനോടുകൂടി 40,000 രൂപയ്ക്ക് 800 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 800 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളോ? പിന്നെ തീർച്ചയായിട്ടും കാരണം ഇത് 2004 800 ആണ്. അത് ഓണർഷിപ്പിലൊന്നും വലിയ കാര്യമില്ല. രണ്ടാമത്തെ ഓണർ കിലോമീറ്ററും പറഞ്ഞിട്ട് കാര്യമില്ല. 1 എബോ ആയിട്ടുണ്ട്. ഇപ്പം കറക്റ്റ് 1.10 ഇതിനകത്ത് കിലോമീറ്റർ കാണിക്കുന്നത്. പിന്നെ അത്യാവശ്യം നമുക്കിപ്പോൾ ടെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ളൂ. ടയർ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം 4 നമുക്ക് സിയറ്റിൻ്റെ തന്നെ റേഡിയൽ ടയർ തന്നെയാണ്. കറക്റ്റായ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ പ്ലാറ്റ്ഫോം എല്ലാം നോക്കിയാൽ മതി. നമ്മൾ എല്ലാവരും ഈ പഴയ വണ്ടിയുടെ പ്ലാറ്റ്ഫോമൊക്കെ മെയിനായിട്ട് നോക്കുന്നത്. അങ്ങനെ റെസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. സീറ്റ് ഉറക്കെ അത്യാവശ്യം ഈ പഴക്കം വെച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ബെറ്റർ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് റീപ്ലേസ്മെൻറ്റ് ആക്സിഡൻ്റ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്യാവശ്യം മേജറായിട്ട് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റ് ഒന്നും വന്നിട്ടൊന്നുമില്ല. അത്യാവശ്യം ടെസ്റ്റ് സമയത്ത് അറിയാമല്ലോ, നമുക്ക് ചെറിയ ചെറിയ വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ 40,000 രൂപയാണ് നമ്മൾ ഈ വണ്ടിക്ക് വാല്യൂ ചോദിക്കുന്നത്. നമുക്കിങ്ങനെ നിങ്ങൾ ഈ ഫ്ലോർ മാറ്റ് അടിച്ചിടാത്തതുകൊണ്ട് ഫോർമാറ്റ് ഓൾറെഡി അതെ നോർമൽ റബ്ബർ മാറ്റ് ഉണ്ടായിരുന്നു. നമ്മളത് റബ്ബർ മാറ്റ് ഒന്ന് വാഷ് ചെയ്യുന്ന സമയത്ത് മാറ്റിയാണ്. ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഫുള്ള് നമുക്ക് അറിയാൻ പറ്റും. പ്ലാറ്റ്ഫോം റെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വരുന്നൊരു കസ്റ്റമർക്കാണ് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ അത്യാവശ്യം ടയർ 4 റേഡിയൽ ടയർ തന്നെയാണ്. സാധാരണ കട്ട ടയറോ മോശമാണ്. എടുക്കുന്ന ഒരാൾക്ക് പെട്ടെന്നൊന്നും ചെയ്യേണ്ട. പിന്നെ ഇൻഷുറൻസ് ന്യൂ ഇൻഷുറൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു 12-ാം തീയതി അങ്ങോട്ട് ഇൻഷുറൻസ് പുതുക്കിയിട്ടേ ഉള്ളൂ. അടുത്ത 1 വർഷത്തേക്ക് ഇൻഷുറൻസും ഉണ്ട്. 2029 വരെ പേപ്പറും കിടപ്പുണ്ട്. 40,000 രൂപയാണ്. ഇതിനകത്ത് അങ്ങനെ വലിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ നമുക്ക് എന്തെങ്കിലും പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കാം. പിന്നെ ഈ ഒരു കണ്ടീഷനിലായിരിക്കും. ജസ്റ്റ് ഒരു വാഷിംഗ് മാത്രമേ നമ്മൾ ഇതിനകത്ത് ചെയ്യുള്ളൂ. അല്ല വേറെ പ്രത്യേകിച്ച് ബാക്കിയുള്ള വണ്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കില്ല. ഇത് ഈ ഫാൻ ടെസ്റ്റ് ചെയ്തിട്ടും ക്ലിയർ ചെയ്തിട്ടില്ലേ? ഇത് വലിയ വ്യത്യാസം. ഇത് ചെറുതായിട്ടുള്ള ഇത് നമ്മൾ അങ്ങനെയുള്ള ചെറിയ പരിപാടിയൊന്നും വലിയ അത് ഓരോ ആർട്ടിമാർ നോക്കുന്നതനുസരിച്ച് അറിയില്ലേ. ഇത് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. കുഴപ്പമില്ല. ഇത് 2019 ഓൾട്ടോ 800 LXi ആണ്. നമ്മൾ BS6 മോഡലാണ്. BS6 എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എയർ ബാഗ്, അതുപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സിംഗിൾ ഓണറാണ്. കിലോമീറ്ററാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. 16,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ കമ്പനി സർവീസാണ്. ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. ഇത് നോർമലി നമുക്ക് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും ഉണ്ട്. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീരിയോയും സെൻട്രൽ ലോക്കും കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ റെയിൻ ഗാർഡ്, മാറ്റുണ്ട്. ഒരു സീറ്റ് ഓവർ എടുക്കുന്ന ഒരു കസ്റ്റമർ ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ വണ്ടി നീറ്റാണ്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല.
നമുക്ക് ഒരു ഫിനാൻസ് നോക്കുന്ന കസ്റ്റമർക്കാണെങ്കിൽ ആദ്യം ഒരു മാക്സിമം ഒരു 10-50 രൂപയ്ക്കകത്ത് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു മോഡൽ കൂടിയ വണ്ടി ഇറക്കാൻ പറ്റും. 2019 ഓൾട്ടോ 800 LXi 16,000 കിലോമീറ്റർ. ഈ ഒരു കണ്ടീഷൻ നോക്കണ്ട, നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതിനകത്ത് പോളിഷിംഗ് അറിയാലോ, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വൃത്തിയാക്കിയായിരിക്കും വണ്ടി കൊടുക്കുന്നത്. ചോദ്യം എത്ര? ഇത് നമുക്ക് ചോദ്യം എന്നല്ല, നമുക്ക് ലാസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് എന്ന് പറഞ്ഞാൽ 320 320 നമുക്ക് പേര് മാറി കൊടുക്കാൻ പറ്റും. ഇത് ലാസ്റ്റ് പ്രൈസ് ആണോ പറയുന്നത്? അതെ അതെ അതെ, നമ്മൾ ഇട്ടേക്കുന്ന 330. ഇത് നമ്മൾ ഈ മോഡലിൻ്റെ ഒരു വിലയല്ല, ഇത് കിലോമീറ്റർ ആണ്. 16,000 കിലോമീറ്റർ ഓടിയാണ് നമ്മൾ ആ ഒരു വാല്യൂ ചോദിക്കുന്നത്. ഇത് 2022 കേട്ടൺ ആണ്. കേട്ടൺ VXi ആണ്, നമ്മളെ ന്യൂ ഷേപ്പ് വണ്ടിയാണ്, സിംഗിൾ ഓണറാണ്. ഇത് 12,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയേക്കുന്നത്. ജെന്യൂൻ കിലോമീറ്റർ? അതെ, കമ്പനി സർവീസ് വണ്ടിയാണ് പ്രോപ്പർ. 22. ഇപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പോൾ 2 വർഷം കഴിഞ്ഞല്ലോ, ഇപ്പോൾ 25 ആയല്ലോ. ഓൾറെഡി VXi മോഡലാണ്. ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് 2 എയർ ബാഗ്, ABS, അത് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ സ്റ്റീരിയോ അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫസ്റ്റ് കമ്പനി ടയർ തന്നെ, ഇൻഷുറൻസ് ഉണ്ട്. പിന്നെ നമുക്കിതൊരു ഫിനാൻസ് നോക്കുകയാണെങ്കിൽ ഒരു 75 രൂപ റേഞ്ചിൽ ഇത് നമുക്ക് 1 വർഷം വാറണ്ടി കൊടുക്കാം. 1 വർഷം വാറണ്ടി, 3 ഫ്രീ സർവീസും കൊടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. ഇതിൻ്റെ കിലോമീറ്ററും 12,000 ഓടിയിട്ടുള്ളൂ. പിന്നെ ഇൻഷുറൻസ് അടുത്ത വർഷം 11-ാം മാസം വരെ നമുക്ക് ഇൻഷുറൻസ് കിടപ്പുണ്ട്. അങ്ങനെ മേജറായിട്ട് പെയിൻറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് പെരുമാറി കൊടുക്കും. ഇതിൻ്റെ പ്രൈസ് നമ്മൾ ലാസ്റ്റ് ഇട്ടേക്കുന്നത് 420 ആണ്. ഇത് 2015 ഓൾട്ടോ കേട്ടൺ ആണ്. സെക്കൻഡ് ഓണർ, 59,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. ഇത് നമുക്ക് നോർമലി മാരുതിയുടെ വാറണ്ടി വരത്തില്ല. പോപ്പുലറിൻ്റെ നമുക്ക് 6 മാസം എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി കൊടുക്കാം. പിന്നെ അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള സീറ്റ് കവർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ടയർ ഭാഗം നോക്കുവാണെങ്കിലും അത്യാവശ്യം ഒരു എന്താ പറയുക, ഒരു 10-40% ടയറുണ്ട്. എടുക്കുന്ന കസ്റ്റമർക്ക് പെട്ടെന്ന് ടയർ മാറേണ്ടി വരത്തില്ല. നമുക്ക് ഫിനാൻസ് എല്ലാം നോക്കുവാണെങ്കിൽ ഒരു 4 വർഷം ഫിനാൻസ് കിട്ടും. 4 വർഷം ഫിനാൻസ് ചെയ്യാവുന്ന വണ്ടിയാണ്. അതായത് ഒരു 10-60 രൂപ റേഞ്ച് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ആവറേജ് ടയേഴ്സേ ഉള്ളൂ അല്ലേ? ടയേഴ്സ് ആവറേജേ ഉള്ളൂ, അതാണ് ഞാൻ പറഞ്ഞത്. റീപ്ലേസ് ഒന്നുമില്ല. ചെറിയ ചെറിയ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ മേജറായിട്ട് ക്ലെയിം ഒന്നും വന്നിട്ടില്ല. എന്നാൽ പൂർണ്ണമായിട്ട് ക്ലെയിം ഇല്ലെന്നും പറയുന്നില്ല. ചെറിയ ചെറിയ വർക്കുകൾ വന്നിട്ടുണ്ട്. അത് നമുക്ക് വരുന്ന കസ്റ്റമർക്ക് ഹിസ്റ്ററി ഡീറ്റെയിൽസ് കൊടുക്കാം, ഷെയർ ചെയ്യാം, കുഴപ്പമില്ല. എത്ര ചോദ്യം? ഇത് നമ്മൾ ലാസ്റ്റ് 275 ആണ്. 2016 ഈ വണ്ടി ഇറങ്ങിയപ്പോഴേ ഉള്ള മോഡലാണ് ഈ? അല്ല, ഇത് സെക്കൻഡ് ടൈപ്പാണ്, നമ്മൾ നിർത്തുന്നതിന് മുമ്പുള്ള മോഡലാണ്. അത് തന്നെ ഈ സ്റ്റിക്കറും കാര്യങ്ങളും? അയ്യോ, ഇതൊക്കെ പുള്ളി ചെയ്തതാണ്. ഇത് ഫസ്റ്റ് മോഡലല്ല, സെക്കൻഡ് മോഡലാണ് വരുന്നത്. ഇപ്പം പുതിയ ഷേപ്പ്, നമ്മൾ 30 കണ്ട ഇപ്പം പുതിയ ഷേപ്പ്. ബ്ലാക്ക് സംഭവമൊക്കെ കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. ഇല്ല, ഇതൊക്കെ പുള്ളി ഓൾറെഡി ചെയ്തതാണ്. അത് എല്ലാം ചെയ്തേക്കുന്നതാണ്. 2017 ഓൾട്ടോ 800 LXi ആണ്, സിംഗിൾ ഓണറാണ്. ഇതിൻ്റെ കിലോമീറ്റർ ഏകദേശം 1 lakh അടുപ്പിച്ചായിട്ടുണ്ട്. പ്രോപ്പർ കമ്പനി സർവീസാണ്. പിന്നെ 4 ടയർ പുതുതായിട്ടാണ് ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ അത്യാവശ്യം നമുക്ക് സീറ്റ് കവർ, മാറ്റ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം ഫണ്ടിങ് കിട്ടും. അതായത് ആദ്യം നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്നൊരു വണ്ടിയാണ്. കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. 2017 ഓൾട്ടോ 800, 4 പുതിയ ടയറാണ് കിടക്കുന്നത്. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10-2000-നകത്തെ 4 ടയറും ഓടിയിട്ടുള്ള സെയിം ടയർ തന്നെ കിടക്കുന്നത്. സിൽവറാണ് കളർ വരുന്നത്. മെയിനായിട്ട് ബോഡിയിൽ പെയിൻറ്റിങ്ങോ വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് ഒരു 10 രൂപ 20 രൂപ റേഞ്ചിൽ, മാക്സിമം 20 രൂപയ്ക്കകത്ത് നമുക്ക് ഈ വണ്ടി ലോൺ ഇറക്കി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല ടയേഴ്സും കിടക്കും. പിന്നെ 4 ടയേഴ്സ്, നല്ല പ്രോപ്പർ കമ്പനി സർവീസാണ്. നമ്മൾ കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാൽ റഫല്ല പ്രോപ്പർ സർവീസുള്ള വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ പ്രൈസ് ഇട്ടേക്കുന്നത് 230 ആണ്. 230, 2017 മോഡൽ. അടുത്ത നമുക്കൊരു സെഡാ മോഡൽ ZXi ഓട്ടോമാറ്റിക് ആണ്. 2018 ഡിസയർ ZXi 2018 ലാസ്റ്റ് ആണ്, 12-ാം മാസം വണ്ടിയാണ്. സിംഗിൾ ഓണർ. ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടയേഴ്സ് ഒക്കെയാണ്? അതെ, 14 കമ്പനി ടയർ തന്നെയാണ്. പിന്നെ ZXi ആണ്, ഏറ്റവും ടോപ്പ് മോഡലാണ്. നമുക്ക് സീറ്റ് കവറൊക്കെ അഡീഷണൽ ചെയ്തതാണ്. സീറ്റ് കവർ ZXi ആകുമ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇതിന് പിന്നെ സീറ്റ് കവർ, മാറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. അലോയ്സ് ഉൾപ്പെടെ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. ലോ കിലോമീറ്റർ, നമുക്ക് സെഡാൻ ടൈപ്പ് ഒരു ലോ കിലോമീറ്റർ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് പറ്റിയ വണ്ടിയാണ്. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ തന്നെയാണ്? അതെ, ഹിസ്റ്ററി ഉള്ളതാണ്, ഫുൾ പ്രോപ്പർ ഹിസ്റ്ററി. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ ലോ കിലോമീറ്റർ എന്ന് പറയുന്നത് നമുക്ക് ഹിസ്റ്ററിയാണ് കസ്റ്റമർക്ക് അറിയാൻ പറ്റുന്നത്, കിലോമീറ്റർ കറക്റ്റ് ആണോ എന്നുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. ജസ്റ്റ് ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഡെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്, അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ഇത് നോർമലി നമുക്ക് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും കിട്ടും. നമുക്കൊരു 80-85% വരെ വണ്ടിക്ക് ഫിനാൻസും എലിജിബിൾ ആണ്. ടയേഴ്സ് എല്ലാം നല്ല ടയേഴ്സ് തന്നെയാണ് കിടക്കുന്നത്. ടയർ കൊള്ളാം. അങ്ങനെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പുഷ് സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളൊക്കെ? ZXi ഓട്ടോമാറ്റിക് 2018 മോഡൽ. എത്ര ചോദ്യം? ഇത് നമ്മൾ 690 ഇട്ടേക്കുന്നത്. 690? അതെ. ഇത് ഇറങ്ങിയപ്പോൾ എന്തോ ഉണ്ട് വില? ഇറങ്ങിയപ്പോൾ എന്തായാലും 8 സംതിങ് എന്തായാലും വരുവാണ്. 8? ഇപ്പം നമുക്ക് 10 രൂപയ്ക്ക് മേളിൽ പോകുന്നുണ്ടോ? എന്തായാലും 9 രൂപ അടുപ്പിച്ച് എന്തായാലും വരും, ഓട്ടോമാറ്റിക് അല്ലേ. നിങ്ങൾ ഈ ഇപ്പോൾ എന്ന് പറയുന്നത്
വണ്ടിയുടെ സ്വഭാവവും മാറും, വണ്ടിയുടെ മോഡൽ. നമ്മൾ ലോ കിലോമീറ്റർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് അനുസരിച്ചായിരിക്കുമല്ലോ നമുക്ക് ഈ തരുന്ന കസ്റ്റമർ നമ്മളടുത്ത് വില ചോദിക്കുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്നതല്ലല്ലോ. ഇപ്പോൾ തരുന്ന ഒരു കസ്റ്റമർ ആ വില ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് വണ്ടി ഉണ്ടെന്ന് ചോദിച്ചായിരിക്കും നമ്മളടുത്തും വില പേശുന്നത്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് വില. ഓക്കെ, ഇത് 2018 LXA ആണ്. ഡിസയർ LXA മോഡലാണ്. സിംഗിൾ ഓണർ, 48,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. ഡിസയർ LXA ആണെങ്കിൽ നമുക്ക് ഇതിനകത്ത് 4 ഡോർ പവർ വിൻഡോ, അതുപോലെ തന്നെ ഫോഗ് ലാമ്പ്, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, അത്യാവശ്യം ഒരു VXAക്കകത്ത് വരുന്ന ഫീച്ചേഴ്സ് എല്ലാം കസ്റ്റമർ രണ്ടാമത് ഫിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീരിയോ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിളിൻ്റെ ടച്ച് സ്ക്രീനും ബാക്ക് ക്യാമറയാണ് ഇരിക്കുന്നത്. പിന്നെ സീറ്റ് കവർ, മാറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. വണ്ടിക്ക് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ഇതിൻ്റെ വാറണ്ടി ബേസ് വരുവാണെങ്കിൽ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസാണ് വണ്ടിക്ക് വരുന്നത്. ഫിനാൻസ് നോക്കുവാണെങ്കിലും ഒരു 80% വരെ ഫിനാൻസ് കിട്ടും. ടയർ കണ്ടീഷനൊക്കെ നോക്കിയാൽ മതി. അത്യാവശ്യം എല്ലാം നല്ല ടയറുകളാണ് കിടക്കുന്നത്. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് ഭാഗം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 5-10 വരും. 2018 ഡിസയർ ആണ് കേട്ടോ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല, കമ്പനി സർവീസാണ്. ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല. അടുത്ത് നമുക്കൊരു i20 സ്പോർട്സ് ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർ, 16,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. 16 ഓടി. ഇത്തവണ നിങ്ങളുടെ ഒരു തോനെ ലോ കിലോമീറ്റർ വണ്ടിയാണ്. ஆனால் ഇന്ത്യയിലൊക്കെ നോക്കിയാൽ മതി, വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. വണ്ടിക്ക് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. നോർമൽ സർവീസ് മാത്രമാണ് വന്നേക്കുന്നത്. പിന്നെ സ്പോർട്സ് ആകുമ്പോൾ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് വരുന്നുണ്ട് ഓൾറെഡി. ഓട്ടോമാറ്റിക് ആണ്. CVT അല്ല, IVT എന്ന് പറയുന്നത്. അതായത് CVTയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ IVT ആയിരിക്കുന്നത് ഗിയർ ബോക്സ് വരുന്നത്. അത്യാവശ്യം മൈലേജും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ വണ്ടി നീറ്റ് ആൻഡ് വൃത്തിയായിട്ട് കിടക്കും. ഇത് പ്രത്യേകിച്ച് നമ്മളങ്ങനെ പറയേണ്ട കാര്യമില്ല. വരുന്നൊരു കസ്റ്റമർ കാണുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ഇത് നമുക്ക് എൻജിൻ ഗിയർ ബോക്സ് വാറണ്ടി വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് അലോയ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. 2021 i20 സ്പോർട്സ്, 16,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. എത്ര ചോദ്യം? ഇത് നമ്മൾ 750 ചോദിക്കുന്നത്. 750 എന്നൊക്കെ പറയുമ്പോൾ ഇറങ്ങിയ സമയത്ത് 10 രൂപ അടുപ്പിച്ച് വില ഉണ്ടായിരുന്നു. ഉണ്ടോ? പിന്നെ തീർച്ചയായിട്ടും കൊണ്ടായിട്ട് വണ്ടിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട്. 2015 സ്വിഫ്റ്റ് VXI ആണ്. 47,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ഫസ്റ്റ് ഓണറാണ്. പ്രോപ്പർ കമ്പനി സർവീസാണ്. ഇതും ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് 2 പുതിയ ടയർ ഓൾറെഡി മാറിയിട്ടുണ്ട്. ബാക്കിലത്തെ ഏകദേശം ഫസ്റ്റ് ടയറാണ് കിടക്കുന്നത്. നമുക്ക് അകത്തെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ഫുൾ മാറ്റ് മാത്രമാണ് ചെയ്തേക്കുന്നത്. എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് സീറ്റ് കവർ ചെയ്യേണ്ടതായിട്ട് വരും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമുക്കിത് ഫിനാൻസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 3-3.5 വർഷം ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. അതായത് ആദ്യം ഒരു 1 lakhനകത്ത് നമുക്ക് ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് അടയ്ക്കുകയാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 2015 സ്വിഫ്റ്റ് VXI. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെൻ്റ് ആയിട്ട് ഒന്നുമില്ല. ഇല്ല. ചെറിയ പെയിൻറ്റിങ് ബമ്പറൊക്കെ വന്നിട്ടുണ്ട്. അത് ഹിസ്റ്ററിക്കകത്ത് തന്നെ ഉണ്ട്. നമ്മൾ റീപ്ലേസ്മെൻറ്റ് ഉദ്ദേശിക്കുന്ന ഡോറോ ഗ്ലാസ് അങ്ങനത്തെ കാര്യങ്ങളാണ്. അതൊന്നും മാറിയിട്ടൊന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമ്മൾ 450 ആയിട്ടേക്കുന്നത്. 2015 സ്വിഫ്റ്റ് VXI. അത് അടുത്ത മോഡൽ നമുക്ക് ടിയോഗയാണ്, ടാറ്റയുടെ. 2019 മോഡലാണ്. ഇതിൻ്റെ വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ XZ എന്ന് പറയും. കിലോമീറ്റർ കുറവാണ് ഓടിയേക്കുന്നത്. 30,000 കിലോമീറ്റർ വണ്ടിക്കകത്ത് ഓടിയിട്ടുള്ളൂ കേട്ടോ. ഫസ്റ്റ് ടയർ തന്നെ? ഫസ്റ്റ് ടയർ. 4 ഫസ്റ്റ് ടയർ തന്നെ കിടക്കുന്നത്. കമ്പനി ടയർ, അതായത് 19 ടയർ തന്നെ കിടക്കുന്നത്. അത്യാവശ്യം നമുക്ക് വണ്ടിക്കകത്ത് വേണ്ട ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഓൾറെഡി വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് ഉൾപ്പെടെ വണ്ടിക്കകത്ത് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മൾ നേരത്തെ അപേക്ഷിച്ച് കുറച്ച് സ്പേസും കാര്യങ്ങളും വരുന്ന വണ്ടിയാണ്. ഓൾറെഡി സ്റ്റീരിയോ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്. അങ്ങനെ ബേസിക് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വണ്ടിക്കകത്ത് വരുന്നുണ്ട്. 30,000 കിലോമീറ്റർ ഓടിയ 2019 XZ എന്ന് പറയും. വണ്ടി കാണാനൊക്കെ കൊള്ളാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലണ്ണ. വണ്ടിയുടെ ബോഡിയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അങ്ങനെ പെയിൻറ്റിങ്ങോ കാര്യങ്ങളൊന്നും അങ്ങനെ വ്യക്തമായിട്ടില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് 6 മാസം എൻജിൻ ഗിയർ ബോക്സ് പോപ്പുലറിൻ്റെ വാറണ്ടി വരുന്ന വണ്ടിയാണ്. പിന്നെ ഫിനാൻസ് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. ചോദ്യം എത്രയാണ്? 435. 2019 ടിയാഗോ XZ. അടുത്ത് നമുക്കൊരു ഡീസൽ സ്വിഫ്റ്റ് ആണ്. 2013 മോഡലാണ്. ഇതിൻ്റെ ഓണർഷിപ്പ് 2ാമത്തെയാണ്. കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ 78,000 പ്രോപ്പർ കിലോമീറ്റർ ഓടിയ സ്വിഫ്റ്റ് VD 2013 ആണ്. ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് 2 പുതിയ ടയറാണ്. ബാക്കിൽ നമുക്ക് ആവറേജിന് മേലെ ടയറുണ്ട്. പിന്നെ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ, ടച്ച് സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? ടച്ച് സ്ക്രീന്, സീറ്റ് കവർ, പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറ, അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. ഫുൾ മാറ്റ് ഉണ്ട്. പിന്നെ നമുക്കിത് ഫിനാൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെ ബാങ്കുകളൊക്കെ ഫിനാൻസ് ചെയ്യാൻ പാടാണ്. പിന്നെ ഫിനാൻസ് കമ്പനിയുണ്ട്. അത് ഫിനാൻസ് ചെയ്യാത്ത ഇല്ല. ബാങ്കിലൊക്കെ മാക്സിമം 2013 തൊട്ട് മേളിലോട്ടാണ് അവർ വരുന്നത്. ചെയ്താലും നമുക്ക് വർഷം കുറവായിരിക്കും. 1 വർഷം 2 വർഷത്തിനകത്തുള്ള സ്കീമൊക്കെ വരുള്ളൂ. ബാക്കി നമുക്ക് 3-3.5 വർഷമൊക്കെ മാക്സിമം നോക്കാം. പിന്നെ ബാക്ക് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, ക്യാമറ, ഫ്രണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട്. 2013 VD 78,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്.
എത്ര ചോദിക്കുന്നത്? ഇത് പ്രൈസ് നമ്മൾ ഇട്ടേക്കുന്നത് 3.25 അടുത്തത് നമുക്ക് വീണ്ടും ഒരു ഓട്ടോമാറ്റിക്കിലോട്ടാണ്. 2018 ബെലോനയാണ് വണ്ടി. ഇതിൻ്റെ കിലോമീറ്റർ വന്നിട്ട് ഓടിയേക്കെന്ന് പറഞ്ഞാൽ 34,000 കിലോമീറ്റർ. ടോപ്പ് വേരിയൻ്റ് ആണ്, ആൽഫയാണ്, CVT ആണ് വരുന്നത്. വണ്ടിക്ക് ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. ടയർ ഭാഗം അത്യാവശ്യം നല്ല 50% മേലെ ടയറും കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഇൻറ്റീരിയർ എല്ലാം നോക്കിയാൽ മതി. ആൽഫ ആകുമ്പോഴത്തേക്ക് ടോപ്പ് മോഡൽ, നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഫീച്ചേഴ്സിൻ്റെ കാര്യമൊന്നും പറയേണ്ടില്ല, എല്ലാ കാര്യങ്ങളും വണ്ടിക്കകത്ത് വരുന്നുണ്ട്. നമ്മൾ ഇൻഷുറൻസ് നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം 8 മാസം വരെ ഫുൾ കവർ ഇൻഷുറൻസ് കിടപ്പുണ്ട്. നോർമലി വാറണ്ടി ബേസ് നോക്കുകയാണെങ്കിൽ 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും വരുന്ന വണ്ടിയാണ്. ചോദ്യം എത്രയാണ്? ഇത് നമ്മൾ 6.80 ആയിട്ടിരിക്കുന്നത്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ആൽഫ ഓട്ടോമാറ്റിക്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ല അണ്ണാ. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അടുത്തത് ഒരു ഡിസയറാണ്. മോഡൽ വരുന്നത് 2020 ആണ്. 2020 സിംഗിൾ ഓണർ. ഇതിൻ്റെ കിലോമീറ്റർ വരുന്നത് 20,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. VXI എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ്. ജെനുവിൻ കിലോമീറ്റർ ഒക്കെയാണ്? അതെ 2020 മോഡലാണ്. 20,000 കിലോമീറ്റർ ഓടിയ ഡിസയർ VXI ആണ്. അത്യാവശ്യം നല്ല കളറാണ്. ഇന്ത്യയിലൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. ഇത് നമ്മൾ ഇൻഷുറൻസ് നോക്കിയാലും അടുത്ത വർഷം 9 മാസം വരെ ഇൻഷുറൻസ് കിടപ്പുണ്ട്. വണ്ടിക്ക് അങ്ങനെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 6 മാസം വാറണ്ടി കൊടുക്കാവുന്ന വണ്ടിയാണ്. 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും ഉണ്ട്. നമുക്കൊരു സെഡാൻ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നല്ല ചൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. പിന്നെ നമുക്ക് ഫിനാൻസ് ഏകദേശം ആദ്യം ഒരു 1 lakhനകത്ത് എടുക്കുവാണെങ്കിൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. റീപ്ലേസ്മെൻറ്റ് ഒന്നുമില്ല അണ്ണാ? ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് നമ്മൾ ചോദിക്കുന്നത് 6.85 ആണ്. 2020 മോഡലാണ്. അടുത്തത് ബലേനോ ആൽഫയാണ്. 2019 മോഡലാണ്. സിംഗിൾ ഓണർ. 41,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രോപ്പർ കമ്പനി സർവീസ് വണ്ടിയാണ്. നോർമലി നമുക്ക് 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ്. ആൽഫ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ടോപ്പ് വേരിയൻ്റ് ആണ്. പ്രത്യേകിച്ച് നമുക്ക് അതിനകത്ത് അഡീഷണൽ ഫിറ്റ്മെൻറ്റ് കാര്യമൊന്നും പറയേണ്ട. നല്ല ഇൻറ്റീരിയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ക്ലീൻ ആൻഡ് നീറ്റായിട്ട് സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. ടയർ ഭാഗവും കുഴപ്പമില്ല. അങ്ങനെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ മേജറായിട്ടൊന്നുമില്ല. ചെറിയ ബമ്പറിലൊക്കെ ചെറിയ പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിക്കകത്തുണ്ട്. വേറെ ഒന്നുമില്ല. ഫിനാൻസ് നോക്കുകയാണെങ്കിലും ആദ്യം നമുക്കൊരു 1 lakhനകത്ത് അടയ്ക്കുകയാണെങ്കിൽ ബാക്കി ലോൺ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് ടോപ്പ് വേരിയൻ്റ് അല്ലേ? 2019 ആണ്. ആൽഫ എന്ന് പറഞ്ഞ മോഡലാണ്. സ്റ്റാർട്ട് ബട്ടണും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. കീലെസ് എൻട്രി വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസ് ആയിട്ടില്ല. ഇന്നലെ വൈകിട്ട് വന്ന വണ്ടിയാണ്. ഇതിൻ്റെ പ്രൈസ് നമുക്ക് എന്തായാലും ഇന്നത്തേക്ക് അറിയാൻ പറ്റുള്ളൂ. വേണ്ടുന്നവർ വിളിച്ച് ചോദിക്കുക അല്ലേ? ഓക്കെ. അടുത്ത നമുക്കൊരു 7 സീറ്റാണ്. വണ്ടി വരുന്നത് 2020-21 രജിസ്ട്രേഷൻ വണ്ടിയാണ്. 21 മോഡലേ ഉള്ളൂ. എർട്ടിക VXI ആണ്. ഫസ്റ്റ് ഓണറാണ്. കിലോമീറ്റർ വരുന്നത് 42,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2020 എർട്ടിക ഫസ്റ്റ് ടയറാണ് ബാക്ക് കിടക്കുന്നത്. ഫസ്റ്റ് ടയറാണ്. ഫ്രണ്ട് പുതിയ ടയർ മാറിയിട്ടുണ്ട്. ഓൾറെഡി അകത്ത് നമുക്കൊരു സീറ്റ് കവർ, മാറ്റ്, അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു 7 സീറ്റ് വണ്ടി, ഒരു ഫാമിലി പറ്റിയ 7 സീറ്റ് വണ്ടിയാണ്. 2021 മോഡലാണ്. ഇത് നമുക്ക് പ്രത്യേകം വെച്ചല്ലേ? ആൻഡ്രോയിഡ് സിസ്റ്റം? അതെ അതൊക്കെ കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ചെയ്തതാണ്. 9 ഇഞ്ച് ആൻഡ്രോയിഡ് സെറ്റ് ചെയ്ത് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ക്യാമറയുണ്ട്. പിന്നെ സീറ്റ് കവർ, അങ്ങനെ അത്യാവശ്യം നമുക്ക് എടുക്കുന്ന ഒരു കസ്റ്റമർക്ക് പ്രയോജനമുള്ള കുറേ കാര്യങ്ങൾ കസ്റ്റമർ ഫിറ്റ്മെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 8.95 വരും. 8.95. ഇത് പെട്രോളോ ഡീസലോ? പെട്രോളാണ്. 2020-21 രജിസ്ട്രേഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ്. മൈലേജ് പറയാൻ പറഞ്ഞ മൈലേജ് നമുക്കറിയാമല്ലോ, മാരുതി 15 മേലെ എന്തായാലും കിട്ടും. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഇല്ല. 6 മാസം വാറണ്ടി കിട്ടുന്ന വണ്ടിയാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് 2022 കിഗർ RXT ആണ്. 1.6 ആണ് വരുന്നത്. സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ നമുക്ക് 24,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2022 മോഡൽ കിഗർ RXT ആണ്. ഇതിനകത്ത് നമുക്ക് സ്ക്രീന് കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും വണ്ടിക്കകത്ത് ഓൾറെഡി ഇൻബിൽറ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ റിമോട്ടാണ്, കീലെസ് റിമോട്ടാണ് വരുന്നത്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള അഡ്വാൻസ്ഡ് ആയ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്ന വണ്ടിയാണ്. മാരുതി ഇതൊക്കെ കണ്ട് പഠിക്കണം. 2022 മോഡലാണ്. ഓക്കെ. ബാക്കിലെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓൾറെഡി ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇത് നമ്മൾ പോപ്പുലറിന് നോർമൽ 6 മാസം വാറണ്ടി കൊടുക്കാം. എഞ്ചിൻ ഗിയർ ബോക്സ് വാറണ്ടി കൊടുക്കാവുന്നതാണ്. ഫിനാൻസ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. എത്ര ചോദ്യം? എത്ര കേരളാണ് ചോദ്യം? എത്ര? 5.50. 2022 മോഡൽ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഒന്നുമില്ലാണല്ലോ, കമ്പനി സർവീസ് വണ്ടിയാണ്. അടുത്ത വീണ്ടും നമുക്കൊരു ഓട്ടോമാറ്റിക് വണ്ടിയിലോട്ടാണ്. സ്വിഫ്റ്റ് VXI ആണ്. 2018 ഓട്ടോമാറ്റിക് ആണ്. ഓണർഷിപ്പ് വരുന്ന സിംഗിൾ ഓണറാണ്. 55,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2018 സ്വിഫ്റ്റ് VXI. ഫ്രണ്ട് പുതിയ ടയറാണ് മാറിയത്. സിംഗിൾ ഓണർ വണ്ടിയാണ്. പിന്നെ സീറ്റ് കവർ എല്ലാ വണ്ടിക്കും കണക്ക് ഫുൾ മാറ്റ് അങ്ങനെയുള്ള ഫിറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പ്രോപ്പർ കമ്പനി സർവീസാണ്. ഇത് നമുക്ക് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും കിട്ടുന്ന വണ്ടിയാണ്.
2018 ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ, കിലോമീറ്റർ വന്നിട്ട് 55,000 കിലോമീറ്ററോടെ കമ്പനി സർവീസ് വണ്ടിയാണ്. അപാകതകൾ പറയാൻ എന്തെങ്കിലും ഇല്ല, മേജുണ്ട്. ചെറിയ ചെറിയ പെയിൻറ്റിങ് ബമ്പറൊക്കെ ഉണ്ടോ, ചെറിയ ചെറിയ സ്ക്രാച്ച് കൊണ്ട് പെയിൻറ്റിങ് കുറച്ച് 1-2 പീസ് ചെറിയ പെയിൻറ്റിങ് സർവീസ് പെയിൻറ്റിങ് വന്നിട്ടുണ്ട്. ബാക്ക് ടയർ ആവറേജ് ആണ്. അതെയാണ്. ഫ്രണ്ട് നമുക്ക് പുതിയ ടയർ ഇപ്പോൾ ഓൾറെഡി മാറിയിട്ടുണ്ട്. ചോദ്യം എത്ര ആണ്? 6,15 നമ്മൾ ചോദിക്കുന്നത്. 6,15. അതെ അതെ. അതിലെന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ പിന്നെ തീർച്ചയായിട്ടും ആണ് ഈ പറഞ്ഞ വിലക്കകത്ത് നമുക്ക് ഇതിനൊക്കെയുള്ള വലിയ വണ്ടിക്കകത്തുള്ള ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യാം. അതിലുപരി വണ്ടി ക്ലീൻ ആൻഡ് നീറ്റാക്കി കൊടുക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 2017 വാഗണർ VXi ആണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. 62,000. ഇത് രണ്ടാമത്തെ ഓണറാണ്, ഞാൻ പറഞ്ഞ ഫസ്റ്റാണ്, സെക്കൻഡ് ഓണറാണ്. 62,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. അതിന് ടയറെല്ലാം ആവറേജേ ഉള്ളൂ. ആവറേജ് ഓടിയ VXi മോഡലാണ്. VXi പറഞ്ഞാൽ നമ്മളെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് വാഗണറിൻ്റെ. പിന്നെ അത് നമുക്ക് ആൻഡ്രോയിഡ് സെറ്റ്, അതുകൊണ്ട് ബാക്കിൽ ക്യാമറ, അങ്ങനെയുള്ള കുറച്ച് ഫിറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. വണ്ടിക്കാകും പക്ഷെ നല്ല വൃത്തി. 62 കിലോമീറ്റർ ഒക്കെ ഓടിയെന്ന് പറഞ്ഞാലും അതെയാണ്. അതെ അതെ, വണ്ടി നല്ല വൃത്തി. ഇത് നമുക്ക് നോർമലി 6 മാസം വാറണ്ടിയും പോപ്പുലറിൻ്റെ 6 മാസം വാറണ്ടി വരുന്ന വണ്ടിയാണ്. പിന്നെ ഫിനാൻസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു മാക്സിമം ഒരു 3 രൂപ വരെ ലോൺ ചെയ്യാം. അതായത് ഒരു 50 രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. 3.5 അപ്പോൾ ചോദിക്കുന്നത്? 3 നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 2017 VXi ആണ്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഒരു 40,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു 38 ആവുമായിരിക്കും. 38 ആ റേഞ്ചിനൊക്കെ നിൽക്കാവുന്നിടം തൊട്ട് മുകളിലോട്ട് നോക്കാവുന്ന ഒരുപാട് വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ട്. വലുതും ചെറുതും എർട്ടിഗയും അങ്ങനെ ഒരു 15,000 കിലോമീറ്ററിനകത്തൊക്കെ ഓടിയ ഒരുപാട് വണ്ടികൾ കണ്ടു. അതേപോലെ ഓട്ടോമാറ്റിക് വണ്ടികൾ, അങ്ങനെയുള്ള വണ്ടികളെല്ലാം നമ്മളിന്ന് കണ്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്ക് ഉതകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവർ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തേക്കാം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.